ഫ്ലൈനാസ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ആശങ്ക നേരത്തെ ഉണ്ടായിരുന്ന സമയത്തായാലും ഈ ഫ്ലൈനാസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇവിടേക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഈ യാത്രയുടെ ഭാഗമായി ഇവിടെ എത്തിയ ആളുടെ പ്രതികരണം എടുക്കാം. എവിടെയാണ്, നാട്ടിലെവിടെയാണ്? പുല്ലാര, മലപ്പുറം. എന്താണ് ഈ യുദ്ധത്തിന്റെ സാഹചര്യം? അവിടെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഞങ്ങള് ഫൈനാൻസിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അത് സുഖമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ എവിടെയാ? അവിടെ ഞങ്ങൾ ഉംറയ്ക്ക് പോയതായിരുന്നു. കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോ? ഇല്ലല്ല, ഞങ്ങൾ ഇൻഡിവിജ്വലി പോയതാണ്. ഞങ്ങൾ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇയാൾ ജുനൈദ്. യാത്രയൊക്കെ സുഖമായിരുന്നു? യാത്രയ്ക്ക് സുഖമായിരുന്നു. എന്തായാലും ആ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഫ്ലൈനാസിന്റെ സർവീസ് കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദി എയർലൈൻസിന്റെ സർവീസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സലാം എയർ സർവീസ് നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റിയാദിൽ നിന്നും ഒമാനിൽ നിന്നും ഒക്കെയുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്ത ഇൻഡിഗോയുടെ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. യാത്രക്കാരെന്തായാലും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ സലാം എയറിന്റെ ഒമാനിൽ നിന്നുള്ള സലാം എയറിന്റെ സർവീസ് ഇങ്ങോട്ടേക്ക് നടത്തിയിരുന്നു. ഇനിയിപ്പോൾ 8:25 കൂടിയിട്ട് സൗദി എയർലൈൻസിന്റെ ഒരു സർവീസ്, അതും റിയാദിൽ നിന്നാണ്, അത് ഇങ്ങോട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുമുണ്ട്. പിന്നീട് വൈകുന്നേരം ഒമാൻ എയറിന്റെ സർവീസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒമാൻ എയറിന്റെ സർവീസും ഇന്നലെ ഉണ്ടായിരുന്നു. ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന സമയത്തായാലും നമ്മൾ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. അവർ പറയുന്നത് തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ചെറിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നോമ്പ് മാസമാണ്. നോമ്പിന്റെ സമയത്തിന് കണക്കാക്കി ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ പല ആളുകളുടെയും ഒക്കെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് അതുതന്നെയാണ്, വലിയ ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല, എന്നാലും ചില പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പല ഫ്ലൈറ്റുകളും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതെപ്പോഴായിരിക്കും പുനഃക്രമീകരിക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലൊന്നും വ്യക്തതയില്ലാത്തൊരു സാഹചര്യം. ഇവരൊക്കെ ഉംറയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലാക്കിയ സാഹചര്യത്തിൽ അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ പങ്കുവച്ചതാണ്. എന്തായാലും ഈ ഫ്ലൈനാസ്, സൗദി എയർലൈൻസ്, സലാം എയർ, ഒമാൻ എയർ തുടങ്ങിയ സർവീസുകൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഇന്നും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 സർവീസുകൾ, അന്താരാഷ്ട്ര സർവീസുകൾ ഇങ്ങോട്ടേക്ക് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ സലാം എയർ എത്തി. അല്പസമയം മുമ്പ് 6 മണിയോട് കൂടിയിട്ട് ഫ്ലൈനാസ് എത്തി. ഇനി അല്പസമയം കഴിഞ്ഞാൽ 8:25 കൂടി സൗദി എയർലൈൻസ് എത്തും. വൈകുന്നേരത്തോടു കൂടി ഒമാൻ എയറും എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.